2026 മലയാളി സിനിമാ പ്രേക്ഷകർ ഏറ്റവും അധികം ക്യൂറിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ഇത്തവണ ജോർജ് കുട്ടി കുടുങ്ങുമോ? ദൃശ്യം 3 വരുവാണ് മെയ് 21-ന്. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് ഒരു ചെറിയ റിക്വസ്റ്റോട് കൂടിയാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ ഒരു വലിയ ഫാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ നിങ്ങൾ കാണണം. ദൃശ്യം എന്നുള്ളൊരു ഫ്രാഞ്ചൈസ് ഭാഗം 1, ഭാഗം 2 ഈ സിനിമകളിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദൃശ്യം 3-ൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള കുറച്ച് കാഴ്ചകളെ, കുറച്ച് കഥാപാത്രങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 2013 റിലീസായിട്ടുള്ള ദൃശ്യത്തിൻ്റെ കഥയറിയാത്ത മലയാളി സിനിമാ പ്രേക്ഷകരുണ്ടാവില്ല. ആ സിനിമയുടെ 2ാം ഭാഗമായിട്ട് ഇറങ്ങിയ ദൃശ്യം പാർട്ട് 2 2021 OTT പ്ലാറ്റ്ഫോം വഴി റിലീസായിട്ടുള്ള ദൃശ്യം പാർട്ട് 2-ൽ എന്താണ് സംഭവിച്ചത് എന്നും ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഈ കഥകൾ അറിയുന്ന എല്ലാവരും ഇനി ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് ദൃശ്യത്തിൻ്റെ 3ാം ഭാഗം ദ കൺക്ലൂഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത്. ഈ 4 കാര്യങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ചാറ്റ് ബോക്സ് നിങ്ങൾക്കായിട്ട് ഞാൻ തുറന്നിട്ടിരിക്കും. വന്നോളുക, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളുക. പക്ഷേ ഇത് എൻ്റെ അനാലിസിസിൻ്റെ കോൺഫിഡൻസ് ആണ്. ദൃശ്യത്തിൽ ജോർജ് കുട്ടിക്ക് മിക്കവാറും പണി കിട്ടാൻ സാധ്യതയുള്ളത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിനകത്തു നിന്ന് തന്നെയായിരിക്കും. 1ാം ഭാഗത്തിലും 2ാം ഭാഗത്തിലും മറ്റുള്ളവരിൽ നിന്നും സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ജോർജ് കുട്ടിയുടെ എഫേർട്സാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ജോർജ് കുട്ടിക്ക് ആ കുടുംബത്തിനകത്തു നിന്ന് തന്നെ മോസ്റ്റ് പ്രോബബ്ലി ജോർജ് കുട്ടിയുടെ ഇളയ മകളിൽ നിന്ന് തന്നെ ഒരു പണി കിട്ടാനുള്ള സാധ്യത വന്നു കഴിഞ്ഞാൽ അത് ജോർജ് കുട്ടി ഏത് രീതിയിലായിരിക്കാം പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു വലിയ കാര്യമാണ്. ദൃശ്യം 3-ൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച, ഒരു പക്ഷേ ദൃശ്യം 1-ലെ മെയിൻ വില്ലൻ, നമ്മളെ എല്ലാവരെയും നല്ല രീതിയിൽ വെറുപ്പിച്ച സഹദേവൻ്റെ ഒരു റിട്ടേൺ തീർച്ചയായിട്ടും ദൃശ്യം 3-ൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സഹദേവൻ എന്നുള്ളൊരു കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ദൃശ്യം 2-ൽ കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ദൃശ്യം 3-ൽ ഒരു പക്ഷേ ആ ഒരു ഡയമെൻഷനിലേക്ക് കഥ പോയാൽ അത്ഭുതപ്പെടാൻ യാതൊന്നുമില്ല. ഇനി പറയാൻ പോകുന്ന 3ാമത്തെ പോയിന്റ് ദൃശ്യം യൂണിവേഴ്സിനകത്തു നിന്നുള്ളതല്ല, അതിന് പുറത്തുനിന്നുള്ളതാണ്. അതായത് നമ്മൾ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട് ദൃശ്യം മോഹൻലാൽ, ജിത്തു ജോസഫ് ഈ ഡിസ്കഷനുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻവോൾവ് ആവുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, ശാന്തി മായാദേവി. ശാന്തി മായാദേവി മോഹൻലാൽ ജിത്തു ജോസഫ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ നമ്മൾ കണ്ടതാണ്. ദൃശ്യം 3 ഒരു കോർട്ട് റൂം ഡ്രാമയായി മാറുകയാണെങ്കിലും തീർച്ചയായിട്ടും അത്ഭുതപ്പെടാനില്ല. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടിട്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതെ, ഈ ഒരു സിനിമയിൽ മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നടൻ്റെ ഒരു ക്യാമിയോ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രക്രിയയാണ് ക്യാമിയോസ്. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകളിലും സ്റ്റാർസിൻ്റെ ക്യാമിയോസ് വരുന്നതും ആ ക്യാമിയോസ് ആ സിനിമയെ എലിവേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ദൃശ്യം പോലെ ഒരു സിനിമയിൽ ജോർജ് കുട്ടി പോലുള്ള ഒരു ക്ലാസിക് ക്രിമിനലിനെതിരെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടോ മലയാളത്തിലെ മെഗാസ്റ്റാർ തന്നെ വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് ആ സിനിമയുടെ ഗ്രാഫും മീറ്ററും ഒരു വേറെ ലെവലിലേക്ക് ഉയർത്താൻ സാധ്യതയുണ്ട് എന്നും കൂടിയാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഈ സിനിമയെ നോക്കിക്കാണുന്ന മലയാള സിനിമയുടെ ഒരു പോസിബിലിറ്റീസ് വളരെയധികം ഉയർത്താൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ്. ദൃശ്യം 3 റിലീസായതിനു ശേഷം ആ സിനിമയിൽ ഞാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിലേക്ക് തിരിച്ചു വന്നിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഇസ് ജോട്ട് SPK സൈനിങ് ഓഫ്.